വിശ്വാസ വെളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വിശ്വാസ സത്യങ്ങളുടെ സംഗ്രഹമായ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറെ സ്വീകാര്യനും പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനുമൊക്കെയായ റവറൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളമച്ചനാണ്. അച്ഛനെ വളരെ സ്നേഹത്തോടുകൂടി ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ, നമ്മളിന്ന് കത്തോലിക്ക സഭയുടെ 1343 നമ്പറുള്ള ഭാഗമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ എങ്ങനെയാണ് വിശുദ്ധ കുർബാന സ്ഥാപിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. അപ്പോൾ വിശുദ്ധ കുർബാന നമ്മൾ ഇന്ന് വളരെ ആഘോഷമായിട്ട് നടത്തുന്നു, വളരെ അടുക്കും ചിട്ടയോടുകൂടി നടക്കുന്നു. അതിലൊരു പ്രാർത്ഥന പോലും മാറ്റാൻ പാടില്ല എന്നൊക്കെ വാദിക്കുന്നവരും അങ്ങനെയൊക്കെ അതിനെക്കുറിച്ച് ഒത്തിരി വിവാദങ്ങളും കുറേ തർക്കങ്ങളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. വാസ്തവത്തിൽ കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന് ശേഷം വിശുദ്ധ കുർബാന ആദിമസഭയിലുണ്ടായിരുന്നു. വിശുദ്ധ കുർബാനയിൽ ഇന്ന് കാണുന്ന രൂപത്തിലൊന്നും ആയിരുന്നില്ല. അപ്പം മുറുക്കൽ ശുശ്രൂഷ, വചനം പങ്കുവച്ചു, അങ്ങനെ ഒരു ഇൻഫോർമൽ രൂപമായിരുന്നു അതിന്. അപ്പോൾ വിശുദ്ധ കുർബാന ഇന്ന് ഉണ്ടായ അതിൻ്റെ വളർച്ച, അത് പരിണാമവിധേയമായി അത് കടന്നു വന്ന് ഇന്നിലേക്ക് എത്തിയിരിക്കുന്ന ആ അവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ആ പരിണാമങ്ങളെക്കുറിച്ചുമൊക്കെ അച്ഛനൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ 2022 എത്തി നിൽക്കുന്ന നമ്മൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 10-23 സഭകളിലായിട്ട് വളരെ വൈവിധ്യമേറിയ രീതികളിൽ ആഘോഷമായിട്ട് നടത്തുന്ന ഈ രഹസ്യത്തിൻ്റെ ആദിമ രൂപങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് സംലഭ്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിനൊരു ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും യേശു സ്ഥാപിച്ചത് വെറുതെ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി അവർക്ക് നടന്ന് എൻ്റെ ശരീരവും എൻ്റെ രക്തമായി കൊടുത്തു എന്നുള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷേ ആദിമസഭയിലെ എങ്ങനെയാണത് അനുഷ്ഠിച്ചത്? നേരത്തെ ബിജു സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും വചനം വായനയും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയും പിന്നെ അഗാപ്പെ കൂടി ഉണ്ടായിരുന്നു, ഭക്ഷണവും ഉണ്ടായിരുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്, ചില ആൾക്കാർക്ക് ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കുർബാനയെക്കുറിച്ചല്ല പറയുന്നത്, അത് കഴിഞ്ഞിട്ടുള്ള സദ്യയെക്കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും പഴയ രേഖയായിട്ട് നമ്മുടെ വിശുദ്ധ ബലി എങ്ങനെയായിരുന്നു ആദ്യകാലം എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വഴി വിശുദ്ധ ജസ്റ്റ്യൻ AD 155 അന്നത്തെ ഒരു വിജാതീയ ഒരു പെയ്ഗൺ ചക്രവർത്തിക്ക് എഴുതിയ ഒരു അന്തോനിയൂസ് പ്യൂസ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തിക്ക് എന്താണ് നിങ്ങൾ ഈ ഞായറാഴ്ച എന്ന് പറയുന്ന ഈ ദിവസം ചെയ്യുന്ന കുർബാന എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു വിവരണം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ പല ഉത്തരങ്ങൾ പലരും പറയുന്നുണ്ട്. കാനിബാളിസമാണ്, ഇവർ ഒരു കർത്താവിൻ്റെ ശരീരവും രക്തമാണ് തിന്നണത്, ഇവർ നരഭോജികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വേറെ ചിലപ്പോൾ ഇതൊരു ക്ലാൻഡസ്റ്റൈൻ രീതി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, കാരണം മതപീഡനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ വളരെ ഇന്നത്തെ പോലെ പരസ്യമായിട്ട് ഓൺലൈൻ മീഡിയയിൽ ചെയ്യുന്ന കാര്യമൊന്നുമല്ല. അത് അവർ കുറച്ച് പേര് ഒരുമിച്ച് കൂടി, ഇത്രയും വലിയൊരു നമ്പറല്ല, കുഞ്ഞു കുഞ്ഞു സമൂഹങ്ങളായിട്ട് പല പല ഇടങ്ങളിലായിട്ട്. അപ്പോൾ ഈവൻ ഭൂഗർഭാഗം കാറ്റക്യൂമൻസിലൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നടത്തുന്ന കാര്യമാണ്. അപ്പോൾ ഇതെന്താ ഇത് നടക്കണേ ഇവിടെ എന്നുള്ളതിനെക്കുറിച്ചൊരു റിപ്പോർട്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടിട്ടായിരിക്കാം വിശുദ്ധ ജസ്റ്റിന് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. ആ ലെറ്റർ നമ്മുടെ ഈ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ രീതിയിൽ വായിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അതിൻ്റെ തനിമയോടുകൂടെ ഉള്ള ഒരു അറിവ് കിട്ടും. ഞാൻ എങ്ങനെ അതിനെ വേറെ വാക്കുകളിൽ പറയുന്നതിനേക്കാൾ നല്ലത് അതാണെന്ന് എനിക്ക് തോന്നും. എല്ലാവരുടെയും ദിവസമെന്ന് വിളിക്കുന്ന സൂര്യൻ്റെ ദിവസം നഗരത്തിലോ ഗ്രാമപ്രദേശത്തോ വസിക്കുന്ന എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടുന്നു. അപ്പോൾ സൂര്യൻ്റെ ദിവസമായിട്ടാണ് ആഴ്ചയുടെ ആദ്യത്തെ ഞായറാഴ്ച. അപ്പോൾ സൂര്യൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ എല്ലാവരുടെയും ദിവസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞായറാഴ്ച അവർ കാണുന്നത്. അത് ഗ്രാമത്തിലാകാം കൂടുന്നു. അപ്പസ്തോലന്മാരുടെ വ്യാഖ്യാനങ്ങളും പ്രവാചകന്മാരുടെ ലിഖിതങ്ങളും സമയം അനുവദിക്കുന്ന ക്രമത്തിൽ വായിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൽ അത്യാവശ്യം കാണുന്നത്. ഒന്നാമത് കൂടുന്നു, രണ്ടാമതായിട്ട് വായിക്കുന്നത് അപ്പസ്തോലന്മാർ എഴുതുന്ന ലേഖനങ്ങളാണ്. അപ്പോൾ പണ്ട് പൗലോസ്
ഇന്ന സഭയിൽ നിന്ന് എഴുതിയത്, കൊറിന്തോസുകാർക്ക് എഴുതിയത്, എഫെസോസുകാർക്ക് എഴുതിയത്, പത്രോസ് എഴുതിയ ലേഖനം. അതിലാണ് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം കൂടി ഉണ്ടായി. വിശുദ്ധ നമ്മുടെ തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം കൂടിയാണ്. ഇന്ത്യയിൽ നിന്നുള്ള തോമാസിൻ്റെ കത്ത് വായിക്കണം. അപ്പോൾ ഇന്നത്തെ ഇന്ത്യയാണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വേറെ ചർച്ചകളുണ്ട്, പാർട്ടി അതൊക്കെ വേറെ കാര്യം പോട്ടെ. പക്ഷേ എന്തായാലും തോമാസിൻ്റെ കത്തുകളും അവിടെ വായിച്ചിരുന്നു. 12 അപ്പസ്തോലന്മാരുടെയും അതുപോലെ മറ്റ് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അവർ നിയോഗിച്ച ആളുകളും ഓരോ നടത്തുന്ന പ്രേക്ഷിത വേലകളിൽ ഉള്ള കത്തുകൾ അവിടെ വായിക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പഴയ നിയമത്തിൽ അപ്പോൾ അതൊക്കെ ഉണ്ട്. അതാണ് വ്യാഖ്യാനങ്ങൾ, അപ്പസ്തോലന്മാരുടെ പ്രവാചകന്മാരുടെ ലിഖിതങ്ങളും, അതായത് യഹൂദന്മാർ ചെയ്തിരുന്നതാണല്ലോ പ്രവാചകന്മാരുടെ ലിഖിതം, അതും വായിച്ചിരുന്നു. വായനക്കാരൻ വായിച്ചു കഴിയുമ്പോൾ സമ്മേളനത്തിൽ അധ്യക്ഷനായിരിക്കുന്ന വ്യക്തി മഹനീയങ്ങളായ ആ കാര്യങ്ങൾ അനുകരിക്കാൻ അവരെ ഉപദേശിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ഒരു ആദിമ രൂപമാണത്, അല്ലേ? അവർ ഒരു ഇൻഫോർമലായിട്ട് ഇങ്ങനെ നിന്ന് അവരോട് വായന കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അർത്ഥം വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു കർമ്മം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് ഞങ്ങൾക്ക് വേണ്ടിയും എല്ലായിടത്തുമുള്ള മറ്റെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മൾ കാറുദിവസ പ്രാർത്ഥന കറക്റ്റ്. ഈ ശരിക്കിത് വായിച്ച് കഴിയുമ്പോൾ, ഞാനിത് വായിച്ചപ്പോൾ അതേപോലെ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെ, ആ രീതികളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളൊക്കെ തന്നെയാണ് ഇന്നും കുർബാനയിൽ കാണുന്നത്. വളരെ വിപുലമായ രീതിയിൽ, ആഘോഷമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഞങ്ങൾ നീതിമാന്മാരായി കാണപ്പെടുന്നതിന്, നിത്യരക്ഷ പ്രാപിക്കുന്നതിന്, പ്രമാണങ്ങളുടെ വിശ്വസ്തരായിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയാണ്. പിന്നെ അത് കഴിഞ്ഞ് പ്രാർത്ഥനകൾ തീരുമ്പോൾ പരസ്പരം ചുംബിക്കുന്നു. അപ്പോൾ നമ്മുടെ സമാധാന ആശംസ അതിലുണ്ട്. 1-2 നൂറ്റാണ്ടിലാണെന്ന് ഓർക്കണത്, 155 AD. അപ്പോൾ അപ്പവും വെള്ളം കലർത്തിയ വീഞ്ഞുള്ള പാനപാത്രവും സഹോദരങ്ങളുടെ മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് കൊണ്ടുചെല്ലുന്നു. അപ്പോൾ അവിടെ ഒരാൾ ഒഫീഷ്യേറ്റ് ചെയ്തിരുന്നു ഇതിനെല്ലാം. കാർമ്മികൻ ആയിട്ട് ഒരാൾ, പ്രധാന ആളുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. അപ്പോൾ ഒരു ഒരുക്കലുണ്ട് അവിടെ, കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് അതിന് വേണ്ട ആളുകൾ അത് കൊണ്ടായി കൊടുക്കുന്നു. മേലധ്യക്ഷനായിരിക്കുന്ന വ്യക്തി കൊണ്ടുവന്നു. അദ്ദേഹം അവ എടുത്ത് പ്രപഞ്ചത്തിൻ്റെ പിതാവിനെ, പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. അപ്പോൾ കാഴ്ച സമർപ്പണമായി. ഞങ്ങൾ ഈ ദാനങ്ങൾക്ക് യോഗ്യരായി ഗണിക്കപ്പെട്ടതിന് കുറേ സമയം അദ്ദേഹം കൃതജ്ഞത അർപ്പിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ അതിന് യുക്കരിസ്റ്റിയം എന്ന് പറയും. അപ്പോൾ പിന്നെ കൃതജ്ഞതാ പ്രാർത്ഥനകളാണ് ചെല്ലുന്നത്. അതായത് നമ്മൾ ദൈവത്തിനെ ആരാധന നടത്താൻ ലഭിച്ച ഈ വീഞ്ഞും സാധനങ്ങളും എല്ലാം, വീഞ്ഞും അപ്പവും തന്നെ അവരുടെ ഇതെല്ലാം കൂടി വെച്ച് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന അദ്ദേഹം പ്രാർത്ഥനകളും കൃതജ്ഞതാ പ്രകാശനങ്ങളും ഉപസംഹരിച്ച് കഴിയുമ്പോൾ സന്നിഹിതരായ എല്ലാവരും ആമേൻ എന്ന് പറഞ്ഞ് ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ആ രഹസ്യം കൃതജ്ഞതാ സ്തോത്രത്തിലൂടെ അനുസ്മരിച്ച് കഴിയുമ്പോൾ, ക്രിസ്തു അവരോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അതവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ആമേൻ പറഞ്ഞ് ഓക്കെ പറയുകയാണ്. അധ്യക്ഷൻ നന്ദി പറയുകയും ജനങ്ങൾ പ്രത്യുത്തരം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഡീക്കന്മാർ എന്ന് ഞങ്ങൾ വിളിക്കുന്നവർ കൃതജ്ഞതാ സ്തോത്രം ചെയ്യപ്പെട്ട അപ്പവും വീഞ്ഞും വെള്ളവും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും പങ്കുപറ്റാൻ നൽകുന്നു. അപ്പോൾ അവിടെ ഡീക്കന്മാരുടെ ശുശ്രൂഷ അവിടെ കാണുന്നുണ്ട് 2-ാം നൂറ്റാണ്ടിൽ തന്നെ. അപ്പോൾ അത് പങ്കുവെക്കാനായിട്ട് ഡീക്കന്മാർ വരുന്നു. സന്നിഹിതരല്ലാത്തവർക്ക് വേണ്ടി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇനി അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്ക്. ഇങ്ങനെയാണ് വിശുദ്ധ ജസ്റ്റിൻ്റെ വിവരണം 155 കാണുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരുവിധം മനസ്സിലാവും എനിക്ക് തോന്നുന്നത്. ഇന്ന് നമ്മുടെ വിശുദ്ധ ബലിയിലെ അതിൻ്റെ സ്ഥാനക്രമങ്ങളിലൊക്കെ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും, ചെല്ലുന്ന രീതിയിലും അതിൻ്റെ ഇതിലൊക്കെ. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മളവിടെ കാണുന്നുണ്ട്. ഒരുമിച്ച് വരുന്നു, ലിഖിതങ്ങൾ വായിക്കുന്നു, അതിനുശേഷം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു, പിന്നീടൊരു പൊതു കാര്യങ്ങൾക്ക് വേണ്ടി അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം പരസ്പരം ആ ഹൊറിസോണ്ടൽ ഡൈമെൻഷൻ, നമ്മൾ ദൈവവും മാത്രമായിട്ടുള്ള ഒരു പരിപാടിയല്ല ഇത്. സഹോദരങ്ങൾ തമ്മിൽ ഐക്യപ്പെട്ട് കഴിയേണ്ട, അർപ്പിക്കേണ്ട ഒരു ബലിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സമാധാന ചുംബനം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ബലിവസ്തുക്കൾ ഒരുക്കുന്നത്. എന്നിട്ട് ആ ബലിവസ്തുക്കൾ അവിടെ കൊണ്ട് അതിലൊരു കാർമ്മികനുണ്ട്, അദ്ദേഹം അതെടുത്ത് സമർപ്പിക്കുന്നു. പിന്നെ കൃതജ്ഞതാ സ്തോത്രയാഗ പ്രാർത്ഥനകൾ ചെല്ലുന്നു. ആ പ്രാർത്ഥനകളിലാണ് ക്രിസ്തു ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അവരത് ചെയ്യുന്നത്. ആ രഹസ്യങ്ങൾ കുറച്ച് നേരം അദ്ദേഹം ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി ആമേൻ പറയുന്നു. പിന്നീട് അവർ ദിവ്യകാരുണ്യ സ്വീകരണത്തിലേക്ക് കടക്കുന്നു.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദിമ കാലം. പിന്നെ ഓരോ സഭകളിലും ഓരോ കാലഘട്ടത്തിലും അവരുടെ സംസ്കാരത്തിൻ്റെതായ രീതികളനുസരിച്ച് ഇതിൽ ഈ പ്രധാനപ്പെട്ട ഘടകങ്ങളെ കൂടുതൽ വിപുലമാക്കി അർത്ഥവത്താക്കി ജനങ്ങൾക്ക് രൂപപ്പെടുത്തി കൊടുത്ത് അങ്ങനെ ഇന്നത്തെ ലിറ്റർജി ഈ വിശുദ്ധ കുർബാനയുടെ ക്രമം രൂപപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട്. ഏതാണ്ടൊരു 3-4 നൂറ്റാണ്ടോടുകൂടിയാണ് ഏതാണ്ടൊരു ക്രമം എനിക്ക് തോന്നുന്നു സഭയിലുണ്ടാകുന്നത്. അതിന് പിന്നീട് അത് വികസിച്ചു ഒക്കെ വന്നതാണ്. ഓക്കെ അച്ഛാ, നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിലെ പ്രധാന ഘട്ടങ്ങളൊന്ന് പറയാമോ? ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു വിപുലമായ ഒരു ഘട്ടങ്ങൾ നമുക്ക് നമ്മുടെ വിശുദ്ധ ബലിയിൽ കാണാൻ സാധിക്കും. അതിൽ ലത്തീൻ റീത്തിലും പൗരസ്ത്യ റീത്തുകളിലുള്ളതിൽ അല്പം അതിൻ്റെ സ്ഥാനക്രമങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ആദ്യം ആമുഖ ശുശ്രൂഷ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അത് ലാറ്റിനിൽ കുറേ കൂടി ഒരുമിച്ച് കൂടലും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പേരിലാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ ആമുഖ ശുശ്രൂഷ, അത് കഴിഞ്ഞാൽ വചന ശുശ്രൂഷ, അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വായനകൾ. അപ്പോൾ പഴയ നിയമത്തിൽ നിന്ന് ചിലപ്പോൾ 2 വായന, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നിന്ന് സുവിശേഷം. അപ്പോൾ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് വചന ശുശ്രൂഷയാണ്. വചന ശുശ്രൂഷ കഴിഞ്ഞാൽ കാഴ്ച സമർപ്പണമാണ്. കാഴ്ച സമർപ്പണം കഴിഞ്ഞാൽ സ്തോത്രയാഗ പ്രാർത്ഥനയാണ്. അതിന് മുമ്പ് ശ്രമസഭയിൽ ഒരു ഒരുക്ക ശുശ്രൂഷയുണ്ട്. അതും ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പോൾ അത് പ്രൊസഷനായിട്ട് വരാം, അല്ലെങ്കിൽ അവിടെ മുമ്പ് എടുത്തു വെച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇത് കഴിഞ്ഞാൽ ഈ സ്തോത്രയാഗ പ്രാർത്ഥനയുടെ ഉള്ളിലാണ് ഇന്ന് ഈ മറ്റ് സഭകളൊക്കെ തമ്മിലുള്ള അതിൻ്റെ ഉള്ളിലുള്ള അനാഫറകൾ എന്ന് പറയുന്ന അവിടെയാണ് പലപ്പോഴും പല വ്യത്യാസങ്ങളൊക്കെ കാണാം. പക്ഷേ എല്ലായിടത്തും ഉണ്ട് അനാഫറ എന്ന് പറഞ്ഞാൽ ഈ സ്തോത്രയാഗത്തിൽ പ്രാർത്ഥനയിൽ അനുസ്മരിക്കുന്നത് എന്താണ്? ദർശനീയ കർമ്മത്തിൽ പിതാവായ ത്രിത്വൈക ദൈവം മനുഷ്യപുത്രനിലൂടെ ചെയ്ത ഈ കാര്യങ്ങളും ഈ കൂദാശയുടെ പരികർമ്മം തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ അനാഫറ എന്ന് പറഞ്ഞ കൂദാശ വിശുദ്ധീകരിക്കുക എന്ന് പറയുന്ന ഉയർത്തി സമർപ്പിക്കുക എന്നുള്ള ആ കാര്യം അനാഫറയുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അനുരഞ്ജനം നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സമാധാന ചുമപ്പോൾ ആളുകൾ തമ്മിൽ പരസ്പരം ഐക്യം വേണം എന്നുള്ളത്. പിന്നീട് ആ അനുരഞ്ജനമാണെങ്കിലും വ്യത്യാസമുണ്ട്. ലത്തീൻ സഭയിൽ അത് തുടക്കത്തിലാണ്. അതെ. സിറോമ സഭയിലാണെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് അനുരഞ്ജനം. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് പിന്നെ വിഭജന ശുശ്രൂഷയുണ്ട്. ഇപ്പോൾ നമ്മുടെ സിറോ മലബാർ സഭയിലൊക്കെയാണെങ്കിൽ, അതായത് മറ്റോടത്തും ഉണ്ട്, ലത്തീൻ സഭയിലും ഉണ്ട്. ഇങ്ങനെ അപ്പം അച്ഛൻ നടുമുറിച്ച് ഇങ്ങനെ മീതെ വെച്ച് ഉയർത്തി കാണിക്കുന്ന, അത് ഉത്ഥാനത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ആ രഹസ്യങ്ങളുടെ മരണം, ഉത്ഥാനം അതുവരെ എത്തി. പിന്നെ അത് കഴിഞ്ഞാൽ ദിവ്യകാരുണ്യ സ്വീകരണം, പിന്നെ സമാപന പ്രാർത്ഥനകൾ. ഈ ഒരു ക്രമത്തിലാണ് നമ്മളിന്ന് പൊതുവെ കാണുന്നത്. ഒരുപക്ഷെ നമുക്കിതിലെ ഓരോ ഭാഗങ്ങളും ഇനി ഭാവിയിൽ കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് സ്തോത്രയാഗ പ്രാർത്ഥനയിലാണെങ്കിൽ അതിൽ എപ്പിക്ലേസിസ് ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലാറ്റിൻ കുർബാനയിലെ തൊട്ട് മുമ്പ് ഒരുണ്ട്. സീറോ മലബാർ സഭയിലെ എപ്പിക്ലേസിസ് അത് കഴിഞ്ഞിട്ട് വളരെ സോളമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ എന്ന് പറഞ്ഞുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ സ്ഥാപന വിവരണം ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അനുസ്മരണ പ്രാർത്ഥനകളുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള വ്യത്യാസം. പക്ഷേ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, കാഴ്ച സമർപ്പണം, സ്തോത്രയാഗ പ്രാർത്ഥന എന്ന് പറയുന്ന പ്രധാനപ്പെട്ട അതിൻ്റെ ഈ പ്രണാമജപങ്ങൾ, ഗേഹന്തകളെല്ലാം അടങ്ങിയ ആ ഭാഗം. അത് കഴിഞ്ഞാൽ വിഭജന ശുശ്രൂഷയും ദിവ്യകാരുണ്യ സ്വീകരണവും സമാപനം. ഇങ്ങനെയാണ് ഇതിൻ്റെ പൊതുവായിട്ടുള്ള ഒരു ഘടകം. കഴിഞ്ഞ എപ്പിസോഡ് അച്ഛൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, ബലിവസ്തു, അപ്പവും വീഞ്ഞും ബലിവസ്തു, അപ്പത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ്, വീഞ്ഞിൻ്റെയും ഒക്കെ അച്ഛൻ വിശദീകരിച്ചു കഴിഞ്ഞു. പൊതുവെ നമ്മുടെ ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയ്ക്ക് അപ്പവും വീഞ്ഞും തന്നെ പ്രതീകമായിട്ട് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും തന്നെ വേണം. ഏത് റീത്തിലാണെങ്കിലും അത് വളരെ കൃത്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കാരണം എനിക്ക് വേണം, അത് വെറുതെ ഒരു പ്രായോഗികമായ പ്രശ്നം മാത്രമല്ല, ഇത് വെറും പ്രതീകമല്ല. അതായത് നമ്മൾ നേരത്തെ നാഷണൽ ഫ്ലാഗ്, ഇന്ത്യൻ പതാക ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് പോലെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരത്തെയും രക്തത്തെയും പ്രതിനിധീകരിക്കുകയല്ല ചെയ്യുന്നത്. അത് ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണ്. അത് വെറും ഒരു സിമ്പിളല്ല. അതിനെ കാൾ റാണർ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ വളരെ മനോഹരമായിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻട്രിൻസിക് സിമ്പിൾ എന്ന് പറയും. ഈ കൂദാശകളുടെ ഫലദായകത്തെക്കുറിച്ച് പറയുമ്പോൾ കാൾ റാണർ എന്ന് പറയുന്നത് വത്തിക്കാൻ കൗൺസിലിൽ
ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഒരാളാണ്. 90-കളിലെ ഒക്കെയാണ് അദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയേണ്ടത് ഇൻട്രിൻസിക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം സിമ്പിളാണ്. അതായത് സിമ്പിളായിട്ട് നിൽക്കുന്ന അതിൻ്റെ സൈനും അതെന്താണോ പ്രതിനിധീകരിക്കുന്നത് അതും തമ്മിൽ കൂടിക്കലരാതെയും എന്നാൽ അത് അതിലായിരിക്കുകയും വെവ്വേറെ ആയിരിക്കുകയും എന്നാൽ അതിനെ പൂർണ്ണമായിട്ട് സംവഹിക്കാനും പറ്റുന്ന ഒരു സിമ്പിളാണത്. മറ്റൊരു സിമ്പിളും നമ്മൾ അങ്ങനെ കാണില്ല. എന്നിട്ട് അദ്ദേഹം ഒരു നല്ലൊരു ഉദാഹരണം അതിനെക്കുറിച്ച് പറയാണ്. ആത്മാവ് ശരീരവും, ബോഡി ആൻഡ് സോൾ. നമ്മുടെ ആത്മാവ്, ശരീരമില്ലെങ്കിൽ ആത്മാവില്ല. പക്ഷേ ആത്മാവിനെ ശരീരത്തിൽ അപ്പുറത്തും നിൽക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമുക്ക് ആത്മാവിൻ്റെ സാന്നിധ്യം വരണമെങ്കിൽ ബോഡി വേണം. അപ്പോൾ ഈ ബോഡിയും ആത്മാവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു? രണ്ടും രണ്ടായിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ബോഡിക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്നത് പോലെയുള്ള ഒരു സിമ്പിളാണ് വിശുദ്ധ കുർബാന. അപ്പോൾ കർത്താവ് ഇത് എൻ്റെ രക്തവുമായിട്ട് മാറട്ടെ, ഇത് എൻ്റെ ശരീരമായി മാറട്ടെ എന്ന് എന്ത് വെച്ചിട്ടാണോ പറഞ്ഞത് അത് തന്നെ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫലദായകത്തിന് ഏറ്റവും നല്ലത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രതീകമല്ല. ഇത് എൻ്റെ ശരീരവും, ഒരച്ഛനെടുത്ത് അത് പറയുമ്പോൾ ഇത് എൻ്റെ രക്തവും എൻ്റെ ശരീരമാകുന്നു എന്ന് പറയുമ്പോൾ അത് അച്ഛൻ്റെ രക്തവും ശരീരമായിട്ടല്ല പോകുന്നത്. കാരണം ഈ ഇൻട്രിൻസിക് സിമ്പിളിൻ്റെ കർത്താവ് ഇച്ഛിച്ചത് എന്തോ ആ ഇച്ഛിച്ചതിൻ്റെ അർത്ഥം ആ സിമ്പിള് അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉദ്ദേശത്തോടുകൂടെ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ഞാൻ ഈ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്ന് പറഞ്ഞ ആ കൽപ്പനയെ വെറും ഒരു വ്യംഗ്യ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. അക്ഷരശ അത് പാലിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫലദായകത്തിന് ഏറ്റവും ആവശ്യം. അപ്പോൾ ഇൻകൾച്ചറേഷൻ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഇൻകൾച്ചറേഷൻ സാംസ്കാരിക അനുരൂപണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ അന്തസത്ത, ഇൻട്രിൻസിക് സിമ്പിൾ പോലെയുള്ള ഇതുപോലെ എന്താണോ അത് പ്രതിഫലിപ്പിക്കുന്നത് അത് തന്നെ ആയിത്തീരുന്ന ഒരു അർത്ഥമുള്ള രീതിയിൽ കർത്താവ് സ്ഥാപിച്ച ആ കാര്യത്തെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല സഭയുടെ പാരമ്പര്യം പഠിച്ചു നോക്കുമ്പോൾ അപ്പസ്തോലന്മാർ അതിനുശേഷം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്നാൽ കടലിൽ അവർ മീൻ പിടിക്കാൻ പോണവരാ, അവർ മീനും വീഞ്ഞും കൂടി വെച്ചില്ലല്ലോ. അവർ വീണ്ടും അപ്പം മുറിക്കൽ തന്നെയായിരുന്നു. അപ്പത്തിന് വലുപ്പം ഉണ്ടാവും, കട്ടി ഉണ്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ അങ്ങനെ ഒരു നിഷ്കർഷ അപ്പസ്തോലന്മാർ ആദിമസഭയിൽ അവർക്ക് കൊടുത്തു. ആദിമസഭയിൽ അത് തുടർന്നു. എല്ലാ സഭകളും അത് തുടരുന്നതിൻ്റെ കാരണം മറ്റാരെങ്കിലും പറഞ്ഞൊരു കാര്യമല്ല ചെയ്യണേ. കർത്താവ് ഈശോ മിശിഹാ നേരിട്ട് സ്ഥാപിച്ചതും അവൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് സ്ഥാപിച്ചതും അത് തന്നെ നമ്മൾ അനുവർത്തിക്കണം ഇതുപോലെ എന്ന് പറഞ്ഞതുമായ ഒരു കാര്യം അതുപോലെ ചെയ്താൽ മാത്രമാണ് അതിൻ്റെ ഫലദായകത്വവും അതിൻ്റെ അർത്ഥവും നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അത് ആ ദിവ്യരഹസ്യത്തെ അത് പ്രതിനിധാനം ചെയ്യുന്ന രക്ഷണീയ കർമ്മത്തെ, ആ രക്ഷാകരമായ ദൗത്യത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നമ്മളല്ല കുർബാന സ്ഥാപിച്ചത്, ദൈവമാണ് അത് സ്ഥാപിച്ചത്. നമ്മളൊരു സിമ്പിൾ കണ്ടുപിടിച്ച് ഇതിൻ്റെ സിമ്പിളാകട്ടെ എന്ന് പറഞ്ഞതുപോലെയല്ല. ഇത് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ എന്നുള്ളതിനെ ദൈവം കണ്ടെടുത്ത, ദൈവം സ്ഥാപിച്ച ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ എന്ന രീതിയിൽ അത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് അതിൽ മാറ്റം വരുത്താൻ പറ്റുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷം പറഞ്ഞു വരുന്നത് ഈ ഒരു സാധാരണ പ്രതീകം പോലെയല്ല, ഒരു സാധാരണ അടയാളം പോലെയല്ല. ഇത് അതിൽ തന്നെ വലിയ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തുവിൻ്റെ മാംസവും രക്തവുമാകുന്ന അത് തന്നെ ട്രാൻസ്ഫോം ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേറൊരു പല പ്രതീകങ്ങളാകുന്ന ഒരു ഇത് സഭയിലില്ല, സഭ തൊട്ട് അനുവദിച്ചിട്ടുമില്ല. അല്ല, പിന്നെ പ്രായോഗികമായിട്ട് നമുക്ക് വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാം. അതൊന്നല്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണ്, നമ്മളിപ്പോൾ ബ്രെഡും വലിയ ബ്രെഡ്, ഇവിടെ ബ്രെഡ് കുറേ കഴിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കേക്ക് അത് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ തുടങ്ങിയത് എങ്ങനെ ഇതൊക്കെ വാഴ്ത്തി, അതൊക്കെ കർത്താവിൻ്റെ ശരീരം രക്തമായിട്ട് മാറുന്നതാണ്. അത് അഗാപ്യല്ല. അവിടെയാണ് എനിക്ക് വേണം ആളുകൾക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നേർച്ച ഇട്ട് കഴിയുമ്പോൾ ഒരു നേർച്ച നമ്മൾ പൈസ ഇട്ട് കഴിയുമ്പോൾ വിശുദ്ധൻ്റെ അവിടെ പെരുന്നാൾക്ക് ഒരു നേർച്ച കൊടുക്കും. അതുപോലെയല്ലല്ലോ വിശുദ്ധ കുർബാന. അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട് കാണിക്കിട്ട് കഴിഞ്ഞ് അവിടെ സന്ധ്യാപ്രാർത്ഥനയിൽ കൂടി കഴിയുമ്പോൾ അവർ പ്രസാദം കൊടുക്കും. ആ പ്രസാദമല്ല വിശുദ്ധ കുർബാന. പ്രസാദം അല്ലെങ്കിൽ നമ്മുടെ നേർച്ച എന്നൊക്കെ പറയുന്നത് ഒരു പ്രതീകമാണ്, ശരിയാണ്.
പക്ഷേ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതല്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അത് കർത്താവ് തന്നെയാണ്, ദൈവം തന്നെയാണ്. അപ്പോൾ അത് ഈ മറ്റ് കാര്യങ്ങൾ കാണുന്ന പോലെ പ്രായോഗികമായിട്ട് പറഞ്ഞ വേറെയും കാരണങ്ങൾ പറയും. ഇത്രയൊക്കെ ആൾക്കാർക്ക് ഈ ഇത് വെച്ചിട്ട് കുറേ ബാക്കി വന്നാൽ എന്താ സ്ഥിതി? ഇതൊക്കെ ചീഞ്ഞ് കോഴിയും ചാരായമാണ് വയ്ക്കണമെന്ന് വേറൊരാൾ വെച്ചാലോ? ട്രൈബൽസിൻ്റെ ഇടയിൽ ഇങ്ങനെ കുടിക്കണ സോമ പോലെയുള്ള വൈനുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ സ്ഥലത്തും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത് കർത്താവ് ഉദ്ദേശിച്ച ആ അർത്ഥത്തിലേക്കല്ല പോകുന്നത്. എനിക്ക് വേണം ആളുകൾ അവിടെ പ്രസാദമായിട്ടോ അഗാപ്പെ എന്ന് പറയുന്ന ഇത് കഴിഞ്ഞ് നടക്കുന്ന വിരുന്നുമായിട്ടൊക്കെ വിശുദ്ധ കുർബാനയെ തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാന ഏതാണ്ട് വട്ടയപ്പവും കള്ളും വെച്ച് ചെയ്യണം, കപ്പയും ഇതും വെച്ച് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നത്. എനിക്ക് വേണം ഈ വ്യത്യാസം നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ഒരു സൗഹൃദ ഭക്ഷണമല്ല, പ്രസാദ ഊട്ടല്ല, അത് വേറെ കാര്യമാണ്. ഇത് വിശുദ്ധ കുർബാനയാണ്. കർത്താവ് തന്നെ അവൻ പ്ലാൻ ചെയ്ത് അവനെ തന്നെയായി മാറാൻ വേണ്ടി ദൈവം തന്നെ തിരഞ്ഞെടുത്ത ആ സിമ്പിൾ അവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. വളരെ നന്ദി അച്ഛാ. ഈ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ സിമ്പിളുകളെക്കുറിച്ചൊക്കെ പ്രേക്ഷകരുടെ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകിയതിന് അച്ഛന് പ്രത്യേകം നന്ദി. എന്നും മനുഷ്യരുടെ കൂടെയായിരിക്കാനും കൂടെ വസിക്കാനും വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ക്രിസ്തുവാണ്. ബലിവസ്തുവായി അപ്പത്തെയും വീഞ്ഞിനെയും തിരഞ്ഞെടുത്തതും അവനാണ്. അതുകൊണ്ട് തന്നെ ഇന്നും ആ വിശുദ്ധ കുർബാനയിൽ ബലിവസ്തുവായി അപ്പവും വീഞ്ഞിനെയും നാം കരുതുന്നു. നാം ബലിവസ്തുവായി അപ്പവും വീഞ്ഞും തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിനെ മാറ്റുവാൻ സഭയ്ക്ക് അധികാരമില്ല. കാരണം തിരഞ്ഞെടുത്തവൻ ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ ആ ബലിയിൽ, ആ തിരഞ്ഞെടുപ്പിൽ നമുക്കും ഒന്നുചേരാം, പങ്കുചേരാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.